31 മുതൽ 40 വരെയുള്ള സംഖ്യകൾ നമ്മൾ കണക്ട് ചെയ്തുള്ള ജിക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ 21 തൊട്ട് 30 വരെയും 11 തൊട്ട് 20 വരെയുള്ള സംഖ്യകൾ വെച്ച് ഒരുപാട് ജിക്കെ പഠിച്ചായിരുന്നു. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. ഈ 31 വെച്ച് നമുക്ക് ഒരുപാട് ജിക്കെ പഠിക്കാം. ഗ്രിഗോറിയൻ കലണ്ടറിൽ ഒരു മാസത്തിലെ പരമാവധി ദിവസങ്ങളുടെ എണ്ണം അത് 31. പിന്നെ 31 വെച്ച് ഗാലിയത്തിൻ്റെ അണുസംഖ്യ അതും 31. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോക്സഭയുടെ അംഗസംഖ്യ 525 നിന്ന് 545 ഉയർത്തിയത്? അങ്ങനൊരു ചോദ്യം വന്നാൽ അതും 31. 31ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം എത്രാമത്തേതാണ്? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 31ാമത്തെയാണ്. ആർട്ടിക്കിൾ 31ാമത്തെയാണ്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 31ാമത്തേതാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗരജനസംഖ്യ എത്ര ശതമാനമാണ്? 31.16. അപ്പോൾ 31%. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗരജനസംഖ്യ 31.16. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന നേട്ടം എബി ഡിവില്ലിയേഴ്സാണ് കൈവരിച്ചത്. എത്ര പന്തുകളിൽ നിന്നാണ്? അത് 31 പന്തുകളിൽ നിന്നാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന നേട്ടം എബി ഡിവില്ലിയേഴ്സ് കൈവരിച്ചത് 31 പന്തുകളിൽ നിന്നാണ്. ഗ്രിഗോറിയൻ കലണ്ടറിൽ ഒരു മാസത്തിലെ പരമാവധി ദിവസങ്ങളുടെ എണ്ണം 31. ഗാലിയത്തിൻ്റെ അണുസംഖ്യ എന്ന് പറയുന്നത് 31. 31ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോക്സഭയുടെ അംഗസംഖ്യ 525 നിന്നും 545 ഉയർത്തിയത്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 31ാമത്തേതാണ്. രണ്ടായിരത്തി 11 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗര ജനസംഖ്യ 31.16%. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന നേട്ടം എബി ഡിവില്ലിയേഴ്സ് 31 പന്തുകളിൽ നിന്നാണ് കൈവരിച്ചത്. ഇനി 32ലേക്ക് പോവാം. ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 32ാമത്തേതാണ്. ഫാരൻഹീറ്റ് സ്കെയിൽ പ്രകാരം ജലം ഐസാകുന്ന ഊഷ്മാവ് 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം എത്രാമത്തേതാണ്? 32ാമത്തേതാണ്. ശങ്കരാചാര്യർ എത്രാം വയസ്സിലാണ് ഇഹലോകവാസം വെടിഞ്ഞത്? 32ാമത്തെ വയസ്സിലാണ്. മനുഷ്യന് എത്ര സ്ഥിരദന്തങ്ങളുണ്ട്? 32 സ്ഥിരദന്തങ്ങളുണ്ട്. ചെസ് ബോർഡിലെ ആകെ കരുക്കളുടെ എണ്ണം എത്ര എണ്ണം? 32 എണ്ണം. 16 വൈറ്റ് 16 ബ്ലാക്ക് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും അംഗബലം കുറഞ്ഞ സംസ്ഥാന നിയമസഭ സിക്കിമിലാണ്. എത്ര പേരാണ് സിക്കിം നിയമസഭയിലുള്ളത്? 32 പേർ. ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 32. ഫാരൻഹീറ്റ് സ്കെയിൽ പ്രകാരം ജലം ഐസാകുന്ന ഊഷ്മാവ് 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം 32ാമത്തേതാണ്. ശങ്കരാചാര്യർ 32ാം വയസ്സിലാണ് ഇഹലോകവാസം വെടിഞ്ഞത്. മനുഷ്യന് എത്ര സ്ഥിരദന്തങ്ങളുണ്ട്? 32. ചെസ് ബോർഡിലെ ആകെ കരുക്കളുടെ എണ്ണം 32. ഇന്ത്യയിലെ ഏറ്റവും അംഗബലം കുറഞ്ഞ സംസ്ഥാന നിയമസഭ സിക്കിമിലാണ്. സിക്കിം നിയമസഭയിൽ എത്ര പേരാണ്? 32 പേർ. 32 തീർന്നില്ല. ഏറ്റവും കുറച്ചു കാലം അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് വില്യം ഹെൻറി ഹാരിസനാണ്. 1841. എത്ര ദിവസം? 32 ദിവസം. എ കെ ഗോപാലൻ നയിച്ച പട്ടിണി ജാഥയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എത്ര പേരാണ് കണ്ണൂരിൽ നിന്ന് കാൽനടയായി മദ്രാസിലെത്തിയത്? ചെന്നൈ ഇപ്പോഴത്തെ പേരല്ലേ. കണ്ണൂരിൽ നിന്ന് കാൽനടയായി മദ്രാസിലെത്തിയത് 32 പേർ. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എ കെ ഗോപാലൻ നയിച്ച പട്ടിണി ജാഥയിൽ എത്ര പേരാണ് അദ്ദേഹത്തെ അനുഗമിച്ചത്? അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് കാൽനടയായി അനുഗമിച്ചിട്ടുള്ളത് 32 പേർ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ കെ കേളപ്പൻ നയിച്ച ഉപ്പു സത്യാഗ്രഹ ജാഥ അദ്ദേഹം ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 32. കേരളത്തിൽ കെ കേളപ്പൻ നയിച്ച ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ
കേളപ്പൻ ഉൾപ്പെടെ 32 അംഗങ്ങളുണ്ടായിരുന്നു. 32 കൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി GK കിട്ടിയല്ലോ. ഇനി 33ലേക്ക് പോവാം. എത്രാം വയസ്സിലാണ് മഹാനായ അലക്സാണ്ടർ അന്തരിച്ചത്? 33-ാം വയസ്സിൽ. കുളയട്ടയുടെ ശരീരത്തിലെ സെഗ്മെൻറ്റുകളുടെ എണ്ണം 33. യേശുക്രിസ്തു എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നു? 33. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനം വേണം? ചോദിച്ചിട്ടുള്ളതാണ്. 33%. മനുഷ്യൻ്റെ നട്ടെല്ലിലെ ആകെ കശേരുക്കൾ എത്രയാണ്? 33%. ഭരണഘടനയുടെ 73-74 ഭേദഗതിയിലൂടെ സ്ത്രീകൾക്ക് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര ശതമാനം സംവരണമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്? 33 ഇപ്പോൾ അത് 50% ആക്കിയിട്ടുണ്ട്. ആ ഭേദഗതിയിലൂടെ അന്ന് 33% ലോക്കൽ സെൽഫ് ഇലക്ഷനിലൊക്കെ വരുമ്പോഴേ, പഞ്ചായത്തിലും അങ്ങനെയുള്ള ബോഡികളിലൊക്കെ. ആഴ്സനിക്കിൻ്റെ അറ്റോമിക സംഖ്യ, ആഴ്സനിക്കിൻ്റെ അറ്റോമിക് നമ്പർ 33. എത്രാം വയസ്സിലാണ് സ്വാതി തിരുനാൾ രാജാവ് അന്തരിച്ചത്? 33-ാം വയസ്സിലാണ് സ്വാതി തിരുനാൾ രാജാവ് അന്തരിച്ചത്. ഇനി 34ലേക്ക് പോവാം. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. സുനിൽ ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് എത്ര സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്? 34. അതിനി പ്രസക്തിയൊന്നുമില്ല. സുനിൽ ഗവാസ്കറിൻ്റെ റെക്കോർഡൊക്കെ സച്ചിൻ തകർത്തേ, പിന്നെ ഇനി സച്ചിൻ്റെ റെക്കോർഡ് നമ്മൾ പഠിച്ചാൽ മതി. 34 പഴങ്കഥയാണ്. പിന്നെ നമ്പർ വെച്ച് പഠിക്കുന്നുണ്ട്, അതും കൂടെ ഓർത്തിരുന്നു. എല്ലോറ ഗുഹകൾ എത്ര എണ്ണമാണ്? എല്ലോറ ഗുഹകൾ 34 എണ്ണമാണ്. എത്രാം വയസ്സിലാണ് യൂറി ഗഗറിൻ അന്തരിച്ചത്? യൂറി ഗഗറിൻ അന്തരിച്ചത് 34-ാമത്തെ വയസ്സിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് 1853 ഏപ്രിൽ 16 നടത്തിയത് മുംബൈ മുതൽ താനെ വരെ ആയിരുന്നു. ഈ റെയിൽപാതയുടെ നീളം എത്ര കിലോമീറ്റർ ആയിരുന്നു? 34 കിലോമീറ്റർ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് 1853 ഏപ്രിൽ 16 നടത്തിയത് മുംബൈ മുതൽ താനെ വരെ ആയിരുന്നു. ഈ റെയിൽപാതയുടെ നീളം 34 കിലോമീറ്റർ ആയിരുന്നു. 35 കൊണ്ടുള്ള GK നമുക്ക് പഠിക്കാം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 35 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായവും 35. ഗവർണർ ആകാൻ ആവശ്യമുള്ള കുറഞ്ഞ പ്രായം അതും 35. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം അതും 35. അപ്പം എന്നിങ്ങനെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 35, ഗവർണർ ആകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 35, അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം അതും 35. ജോൺ എഫ് കെന്നഡി എത്രാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്? 35-ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡി എത്രാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്? 35-ാമത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഭൂഗോളത്തിൽ ഏറ്റവും ഉയർന്ന തോതിൽ അടങ്ങിയിരിക്കുന്ന മൂലക ഇരുമ്പാണ്. ഏകദേശം എത്ര ശതമാനം? ഭരണഘടനയുടെ എത്രാം ഭേദഗതിയിലൂടെയാണ് സിക്കിമിന് അസോസിയേറ്റ് പദവി നൽകിയത്? അതും 35. ഭൂഗോളത്തിൽ ഏറ്റവും ഉയർന്ന തോതിൽ അടങ്ങിയിരിക്കുന്ന മൂലക ഇരുമ്പാണ്. ഏകദേശം 35%. ഭരണഘടനയുടെ എത്രാം ഭേദഗതിയിലൂടെയാണ് സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകിയത്? അതും 35. ഒരു ബാരൽ ഓയിൽ എത്ര ഇമ്പീരിയൽ ഗാലനാണ്? ഒരു ബാരൽ ഓയിൽ 35 ഇമ്പീരിയൽ ഗാലനാണ്. എത്രാം വയസ്സിലാണ് സിദ്ധാർത്ഥന് ദിവ്യജ്ഞാനം ലഭിച്ചത്? 35-ാം വയസ്സിലാണ് സിദ്ധാർത്ഥന് ദിവ്യജ്ഞാനം ലഭിച്ചത്. ഫ്രഞ്ച് ചക്രവർത്തിയായി നെപ്പോളിയൻ കിരീടധാരണം നടത്തിയത് എത്രാം വയസ്സിലാണ്? 35-ാം വയസ്സിൽ. ഫ്രഞ്ച് ചക്രവർത്തിയായി നെപ്പോളിയൻ കിരീടധാരണം നടത്തിയത് 35-ാം വയസ്സിലാണ്. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 36. ലക്ഷദ്വീപ് സമൂഹത്തിൽ 36 ദ്വീപുകളുണ്ട്. 36ൻ്റെ കണ്ടിന്യൂഷനാണ്. സിക്കിമിനെ ഇന്ത്യൻ യൂണിയനിലൊരു സംസ്ഥാനമാക്കിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 36ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ യൂണിയനിലൊരു സംസ്ഥാനം സിക്കിം സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 36. ഓർത്ത് വെച്ചേക്കണേ. ഒരു അതായത് ഒരു യാർഡ് എത്ര ഇഞ്ചാണ്? 36 ഇഞ്ചാണ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. LDCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ക്രിപ്റ്റോണിൻ്റെ അണുസംഖ്യ 36. ടെന്നീസ് കോർട്ടിൻ്റെ വീതി അതായത് ഡബിൾസിന് എത്ര അടിയാണ്? 36 അടി. മലയാളത്തിലെ വ്യഞ്ജന ലിപികളുടെ എണ്ണം 36. മലയാളം ഗ്രാമറിൽ നിന്ന് ചോദിക്കാം. മലയാളത്തിലെ വ്യഞ്ജന ലിപികളുടെ എണ്ണം 36. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ വേഗതയേറിയ 2ാമത്തെ സെഞ്ചുറി കോറി ആൻഡേഴ്സൺ കൈവരിച്ചത് എത്ര പന്തുകളിൽ നിന്നാണ്? 36 പന്തുകളിൽ നിന്ന്. ഫസ്റ്റ് AB ഡിവില്ലിയേഴ്സ് നമ്മൾ പഠിച്ച് ഇതിൽ തന്നെ. ഇപ്പം
കോറി ആൻഡേഴ്സൺ ന്യൂസിലൻഡ് താരമാണ്. 36 പന്തിൽ നിന്നാണ് സെഞ്ചുറി അടിച്ചത്. ഇനി നമുക്ക് 37ലേക്ക് പോവാം. ഒളിമ്പിക് ഹോക്കിയിൽ ധ്യാൻചന്ദ് എത്ര ഗോളുകളാണ് നേടിയിട്ടുള്ളത്? ഒളിമ്പിക് ഹോക്കിയിൽ നിന്ന് ധ്യാൻചന്ദ് 37 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് ഏകദേശം എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്? 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ്. ഏകദേശം 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. കോഴിമുട്ട വിരിയാനുള്ള അനുകൂല ഊഷ്മാവ് എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്? അത് 37 ഡിഗ്രിയാണ്. മൗലിക കർത്തവ്യങ്ങൾ കോടതി വഴി നടപ്പാക്കാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദമേത്? 37. മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോടതി വഴി നടപ്പാക്കാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 37. എത്ര വാല്യങ്ങളായിട്ടാണ് പുരാതന ദാർശനികനായ പ്ലിനി നാച്ചുറൽ ഹിസ്റ്ററി രചിച്ചത്? 37 വാല്യങ്ങളായിട്ടാണ്. 37 കൊണ്ട് ഇനിയുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് A.K. ആൻ്റണിയാണ്. അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് ആ പദവിയിലെത്തിയത്? 37ാമത്തെ വയസ്സിലാണ്. ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിലെ അക്ഷാംശം ഏകദേശം എത്ര ഡിഗ്രിയാണ്? 37 ഡിഗ്രി. ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിലെ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം ഏകദേശം 37 ഡിഗ്രിയാണ്. അരുണാചൽ പ്രദേശിന് സ്വന്തമായി നിയമസഭയും മന്ത്രിസഭയും ഉണ്ടാക്കാൻ അനുമതി നൽകിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തതാണ്? അത് 37ാമത്തെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അദ്ദേഹം സുപ്രീം കോടതിയിൽ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു? 37ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അദ്ദേഹം സുപ്രീം കോടതിയിൽ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു? 37ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 38. 38ൻ്റെ പഠിക്കാം. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും വേർതിരിക്കുന്നത് എത്രാമത്തെ സമാന്തര രേഖയാണ്? 38ാമത്തെ സമാന്തര രേഖയാണ്. 38 ഡിഗ്രി ചാനൽ. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും വേർതിരിക്കുന്നത് എത്രാമത്തെ സമാന്തര രേഖയാണ്? 38ാമത്തെ സമാന്തര രേഖയാണ്. സ്ട്രോൺഷ്യത്തിൻ്റെ അണുസംഖ്യ എത്ര? സ്ട്രോൺഷ്യത്തിൻ്റെ അണുസംഖ്യ 38. ക്രിക്കറ്റ് ബാറ്റിന് എത്ര ഇഞ്ച് വരെ നീളം ഉണ്ടാവും? 38 ഇഞ്ച് വരെ നീളം ഉണ്ടാവും. ക്രിക്കറ്റ് ബാറ്റിന് എത്ര ഇഞ്ച് വരെ നീളം ഉണ്ടാവും? 38 ഇഞ്ച് വരെ നീളം ഉണ്ടാവും. ഇനി കടുവയുടെ ക്രോമസോം സംഖ്യ. കടുവയുടെ ക്രോമസോം സംഖ്യ 38 ആണ്. കടുവയുടെ ക്രോമസോം സംഖ്യയും പന്നിയുടെ ക്രോമസോം സംഖ്യയും സെയിം ആണ്, 38. രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള അസമത്വം കുറയ്ക്കാൻ സ്റ്റേറ്റ് പരിശ്രമിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം അത് 38 ആണ്. ഇതൊക്കെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ് ഈ 38, 39ഒക്കെ. രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള അസമത്വം കുറയ്ക്കാൻ സ്റ്റേറ്റ് പരിശ്രമിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 38 ആണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗരസംഖ്യ എത്ര കോടിയാണ്? 38 ആണ്. 37.7 ആണ്. റൗണ്ട് ചെയ്ത് 38% ആക്കിയിട്ടുണ്ട്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗരജനസംഖ്യ 38 കോടിയാണ് നഗരജനസംഖ്യ. ഇനി 39 കൊണ്ടുള്ള കുറച്ച് കാര്യം പഠിക്കാം. എത്രാം വയസ്സിലാണ് മാർട്ടിൻ ലൂതർ കിങ് വധിക്കപ്പെട്ടത്? 39ാമത്തെ വയസ്സിൽ. എത്രാം വയസ്സിലാണ് മാർട്ടിൻ ലൂതർ കിങ് വധിക്കപ്പെട്ടത്? 39ാമത്തെ വയസ്സിൽ. സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത് എത്രാം വയസ്സിലാണ്? സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത് 39ാം വയസ്സിലാണ്. 39ാം വയസ്സിലാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ വധിക്കപ്പെട്ടത്. 39ാം വയസ്സിലാണ് സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത്. ക്രൈസ്തവരുടെ പഴയ നിയമത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് മതവിശ്വാസ പ്രകാരം എത്ര പുസ്തകങ്ങളുണ്ട്? 39 പുസ്തകങ്ങളുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം നൽകണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 39 ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം നൽകണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 39 ആണ്. പ്രധാനമന്ത്രി പദത്തിൻ്റെ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് നിയന്ത്രണം വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി എത്രാമത്തേതാണ്? 39.
ഇപ്പോൾ ക്രൈസ്തവരുടെ പഴയ നിയമത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് മതവിശ്വാസപ്രകാരം 39 പുസ്തകങ്ങളുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം 39 പ്രധാനമന്ത്രി പദത്തിൻ്റെ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് നിയന്ത്രണം വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി എത്രാമത്തേതാണ്? അതും 39. 40 വെച്ചിട്ടുള്ള അത് കണക്ട് ചെയ്തിട്ടുള്ള GK നമുക്ക് പഠിക്കാം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് രാജീവ് ഗാന്ധിയാണ്. എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ പദവിയിലെത്തിയത്? 40ാമത്തെ വയസ്സിലാണ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് രാജീവ് ഗാന്ധിയാണ്. 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ പദവിയിലെത്തിയത്. എത്ര ശതമാനം ഫോർമാൽഡിഹൈഡ് ലായനിയാണ് ഫോർമാലിൻ എന്നറിയപ്പെടുന്നത്? 40%. എത്ര ശതമാനം ഫോർമാൽഡിഹൈഡ് ലായനിയാണ് ഫോർമാലിൻ എന്നറിയപ്പെടുന്നത്? 40%. മനുഷ്യൻ്റെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് പേശികൾ? 40%. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 40 പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്തിൻ്റെ രൂപീകരണം 40. ഫീൽഡ്സ് മെഡലിന് എത്ര വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുന്നത്? 40 വയസ്സിന് താഴെയുള്ളവരെയാണ് പരിഗണിക്കുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്രയായിരിക്കണം? അതും 40. എത്ര ശതമാനം ഫോർമാൽഡിഹൈഡ് ലായനിയാണ് ഫോർമാലിൻ എന്നറിയപ്പെടുന്നത്? 40%. മനുഷ്യൻ്റെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് പേശികൾ? അതും 40%. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 40. ഫീൽഡ്സ് മെഡലിന് എത്ര വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുന്നത്? 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ 40 ആയിരിക്കണം. ഇന്ത്യയുടെ സമുദ്ര വിസ്തൃതിയുടെ അധികാരപരിധി എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്? 40ാമത് ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്. ഇന്ത്യയുടെ സമുദ്ര വിസ്തൃതിയുടെ അധികാരപരിധി 40ാമത്തെ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്. തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ധർമ്മരാജാവ് എന്നറിയപ്പെട്ട കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹം എത്ര വർഷമാണ് തിരുവിതാംകൂർ ഭരിച്ചത്? 40 വർഷമാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചത്. തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ധർമ്മരാജാവ് എന്നറിയപ്പെട്ട കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹം എത്ര വർഷമാണ് തിരുവിതാംകൂർ ഭരിച്ചത്? 40 വർഷം.